മുജ്തബ ഖമനയി കൊല്ലപ്പെട്ടോ? അല്ലെങ്കിൽ മുജ്തബ ഖമനയി ഇപ്പോൾ എവിടെയാണ്? ഇതൊരു പ്രധാന ചോദ്യമാണ്. മാത്രമല്ല, ഇപ്പം നമ്മുടെ മലയാളത്തിലെ ന്യൂസ് 18 അടക്കം ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മുജ്തബ ഖമനയി കൊല്ലപ്പെട്ടു എന്നാണ്. അതായത് ഖമനയി കൊല്ലപ്പെട്ടിട്ടുള്ള അതേ അറ്റാക്ക് തന്നെ മുജ്തബ ഖമനയിക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഖമനയി കൊല്ലപ്പെട്ട ആ ഒരു സമയത്തുണ്ടായ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ പ്രിസിഷൻ അറ്റാക്കാണ്. അപ്പോൾ അതിൽ മുജ്തബ ഖമനയും കൂടെ ഉണ്ടായിരുന്നു. ഖമനയിക്കും അതേപോലെ തന്നെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ന്യൂസും ഈ ഡീറ്റെയിലൊക്കെ പുറത്തു വിടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രോ അമേരിക്കൻ ഏജൻസീസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോ ഇസ്രായേലി ഏജൻസീസോ ഒന്നും അല്ല, അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പഗണ്ട മെറ്റീരിയലുകളിലോ അല്ല പുറത്തു വന്നേക്കുന്നത്. അതായത് ഇറാനിൽ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരുടെ IRGCയുടെ നേതാക്കന്മാരുടെ അടക്കമുള്ള ഫോട്ടോസ് പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങിൽ, അല്ലെങ്കിൽ ആ ഫോട്ടോസ് പ്രദർശിപ്പിച്ചിട്ടുള്ള ആ പ്രദർശനത്തിലാണ് മുജ്തബ ഖമനയുടെ ഫോട്ടോയും കൂടെ ഉള്ളതായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നേക്കുന്നത്. അത് അവരേതെങ്കിലും തരത്തിൽ ഇന്റൻഷനലി എടുത്ത് പുറത്ത് വിട്ടൊരു വീഡിയോയിലല്ല. ആ ഒരു ചടങ്ങിൽ ഇറാനിൽ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ എടുത്തിട്ടുള്ള ഫോട്ടോ ഒരു വീഡിയോ ആണ് പുറത്ത് വന്നത്. അങ്ങനെയാണ് ലോകം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ലോകം കണ്ടത് മുജ്തബ ഖമനയി കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ മുജ്തബ ഖമനയി ജീവിച്ചിരിപ്പില്ല എന്നുള്ളത്. അപ്പോൾ അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള സ്പെക്കുലേഷൻസും നടക്കുന്നുണ്ട്. അതായത് മുജ്തബ ഖമനയി അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് അപ്പിയറൻസ് നടത്തിയിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസും പുറത്തു വന്നിട്ടില്ല. ഇതേപോലെ തന്നെ നെതന്യാഹുവിന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന സമയത്താണ് പുള്ളിയുടെ കുറച്ച് AI വീഡിയോസ് ഒക്കെ പുറത്തു വന്നത്. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് പോലും പുറത്ത് ഇറങ്ങിയിട്ടില്ല. ഇന്നേ വരെ ലൈവിൽ ആരും മുജ്തബ ഖമനയിനെ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ പുറത്തു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താ പറയുക, ആളുകൾക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റും മുജ്തബ ഖമനയി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇറാൻ ഇതിനെ ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുമ്പേ പരിക്ക് പറ്റിയിട്ടുള്ള മുജ്തബ ഖമനയി ഇതേപോലെ തന്നെ റഷ്യയിൽ ചികിത്സയിലാണെന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഇറാൻ അത് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഖമനയി കൊല്ലപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനിശ്ചിതത്തിനൊടുവിലാണ് യഥാർത്ഥത്തിൽ മുജ്തബ ഖമനയിനെ സുപ്രീം ലീഡറായിട്ട് അവരോധിക്കുന്നത്. അപ്പൊ അതിനുശേഷം പുള്ളിനെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നിലവിലുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും പറയുന്നൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഇറാന്റെ ലീഡർഷിപ്പിനകത്ത് റിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നത് 2 തരത്തിലുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. ഇപ്പൊ മുജ്തബ ഖമനയിനെ അധികാരത്തിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ നൽകിയത്, അല്ലെങ്കിൽ കൂടുതൽ അധികാരങ്ങൾ IRGCക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. അപ്പൊ ഈ യുദ്ധത്തിനെ നയിക്കുന്നതും ഈ യുദ്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും IRGC ആണെന്ന് വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ അബ്ബാസ് അറാക്ചിയെ പോലെയുള്ള ആൾക്കാർ ഈ അമേരിക്കയുമായിട്ടുള്ള ചർച്ചയിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ കൂടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതും നിർണ്ണയിക്കുന്നതും യഥാർത്ഥത്തിൽ ഈ പറയുന്ന IRGC ആണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇപ്പൊ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വരുന്നത് ഇപ്പൊ പന്തുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കോർട്ടിലാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വസ്തുതകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇത്രയും കാലം യുദ്ധത്തിന്റെ ഒരു ഡെവലപ്മെന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അഡ്വാൻറ്റേജ് ഉള്ളത് ഇറാനാണ്. അതായത് ഹോർമൂസിന്റെ മേലിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കൺട്രോൾ ഉണ്ടാവുകയും റീജിയണിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇറാൻ ഉയർന്നു വരികയും ചെയ്തതായിട്ട് നമ്മൾ കാണണം. പക്ഷേ അതിനിടയ്ക്ക് അമേരിക്ക എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. ഇപ്പൊ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഇറാനെ ഏറ്റവും നന്നായിട്ട് പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. അതായത് ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുക പറയുന്നത്. നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്നത് ഹൈലി ഡിപ്പെൻഡിങ് ഓൺ ഓയിൽ എക്സ്പോർട്ടിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതും തന്നെ മാർക്കറ്റ് റേറ്റിനെക്കാട്ടും കുറഞ്ഞ റേറ്റിൽ ചൈനക്കാണ് ഈ ഓയില് ഇറാൻ വിറ്റുകൊണ്ടിരുന്നത്. ഈ അമേരിക്ക ഇന്ത്യയോട് ഓയിൽ വാങ്ങരുത്, ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ആ ഒരു ശക്തമായിട്ടുള്ള നിലപാട് വരുന്നതിന് മുന്നേ 2018 വരെ ഇറാനിൽ നിന്നും ഇന്ത്യയും ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇറാന്റെ എക്കണോമി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഓയിൽ എക്സ്പോർട്ടിലാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ നാവിക ഉപരോധം വന്നതോട് കൂടെ ഇറാന്റെ ഓയിലിനെ ഹോർമൂസിന് പുറത്തേക്ക് എത്തിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്.
ഇപ്പൊ നമ്മൾ കാണാറുണ്ട് 30 കപ്പലുകളും 34 കപ്പലുകളൊക്കെ പോയി എന്നുള്ളത്. അപ്പൊ കണ്ണ് വെട്ടിച്ച് പല തരത്തില് ഇറാന്റെ കപ്പലുകൾ ഈ പറയുന്ന ഉപരോധത്തെ മറികടന്ന് പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇറാനിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിലൊരു വലിയ ഇംബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്, ഒരു ഹ്യൂജ് ഇംബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഇറാന്റെ എണ്ണക്കിണറുകൾ ഇറാന് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതായത് ഒന്നാമത് ഇറാൻ എണ്ണ കുഴിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് പഴയ ടെക്നോളജിയാണ്, പുതിയ ടെക്നോളജി അല്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ എണ്ണക്കിണറുകളിൽ നിന്നും ഇറാൻ എണ്ണ കുഴിച്ചെടുത്തോണ്ടിരുന്നാൽ മാത്രമേ ആ എണ്ണക്കിണർ ആക്റ്റീവായിട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം എണ്ണ കുഴിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ മാത്രമല്ല ഈ കുഴലുകളിലൂടെ പുറത്തു വരുന്നത്, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുഴിച്ചെടുക്കുന്ന സമയത്താണ് ഈ വാട്ടർ കണ്ടന്റിനെ കുറച്ച് കൊണ്ടുവരാനും ക്രൂഡ് ഓയിൽ കണ്ടന്റിനെ കൂടുതൽ കുഴിച്ചെടുക്കാനും പറ്റുന്നത്. എങ്ങാനും ഈ എണ്ണക്കിണർ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എണ്ണക്കിണറുകളിൽ വെള്ളം നിറയുകയും പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഇറാൻ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതും തമ്മിൽ കാതലായിട്ടുള്ള മാറ്റമുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ പാറകൾക്കടിയിൽ അടിഞ്ഞു കിടക്കുന്ന ഓയിലിനെ നേരെ കുത്തനെ തുരന്നു പോയി ആ പാറ പൊട്ടിച്ച് പാറകൾക്ക് വിള്ളലുണ്ടാക്കി അതിനിടയിലൂടെയാണ് ഈ ഓയിലിനെ വലിച്ചെടുക്കുന്നത്. എന്നാൽ ഒപെക് പോലെയുള്ള രാജ്യങ്ങളിൽ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെയല്ല. നാച്ചുറലി മണ്ണിനടിയിൽ ട്രാപ്പായി കിടക്കുന്ന ഈ ഓയിലിനെ ഡയറക്റ്റ് ആയിട്ട് തുളച്ച് നേരെ ഈ പറയുന്ന ഓയിൽ റിസർവിലേക്കാണ് എത്തുന്നത്. അപ്പോൾ താഴെ നിന്നുണ്ടാവുന്ന പ്രഷർ മൂലം സ്വാഭാവികമായും ഈ ഓയിൽ മുകളിലോട്ട് വരും. ഈ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി ഈ UAE അടക്കമുള്ള അല്ലെങ്കിൽ ഒപെക് രാജ്യങ്ങളിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള പ്രഷർ മൂലമാണ് എണ്ണ പുറത്തോട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു. ഇറാന് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് മാസങ്ങളോ വർഷങ്ങളോ ഈ ഓയിൽ അല്ലെങ്കിൽ ഈ ഓയിൽ കിണറിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിക്കാണ്ടിരുന്നാലുള്ളൊരു പ്രശ്നം ഈ പറയുന്ന പ്രഷറിനെ അത് ബാധിക്കുകയും മാത്രമല്ല അവിടെ വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടക്കാനുള്ള സാധ്യതയും കൂടും. അപ്പോൾ സാധാരണ രീതിയിൽ എണ്ണ കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളത്തിനെ എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ ഓയിൽ ക്രൂഡ് ഓയിലായിട്ട് മാറ്റുന്നത്. പക്ഷേ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ എണ്ണക്കിണറുകളിൽ വെള്ളം മൂറി വരികയും അതുപോലെ തന്നെ ഈ എണ്ണക്കിണറിനെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുള്ളതാണ്. മാത്രമല്ല ഈ എണ്ണക്കിണറുകൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രഷർ നഷ്ടപ്പെടുകയും ഈ ഓയിൽ പുറത്തോട്ട് വരാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ്. അതുമാത്രമല്ല കട്ടിയുള്ള ക്രൂഡ് ഓയിൽ ഈ പൈപ്പുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് ഈ പൈപ്പുകൾ ബ്ലോക്ക് ആവുന്ന രീതിയിലുള്ള പ്രശ്നം കൂടെ ഇറാൻ അഭിമുഖീകരിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇപ്പൊ ചെയ്യുന്ന പരിപാടി ഇറാൻ പണ്ട് കണ്ടം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ പണ്ട് ഒഴിവാക്കിയിട്ടുള്ള ഓയിൽ ടാങ്കറുകളെ എല്ലാം കൊണ്ടുവന്ന് ഈ ഓയിൽ ടാങ്കറുകളിലേക്ക് ഈ എണ്ണയെ റിസർവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഒരു ഓയിൽ ടാങ്കറിനകത്ത് 12 ദശലക്ഷത്തോളം ലിറ്ററിനെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഇറാൻ ഒരു ദിവസം തന്നെ 1 ദശലക്ഷം ലിറ്ററിനെ കുഴിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഓയിൽ പ്രൊഡക്ഷനെ ഇറാന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അത് ഈ 12 ദിവസത്തിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഉപരോധം പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ എക്കണോമി തകർന്നടിയും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇറാന്റെ എക്കണോമി നിലനിൽക്കുന്നത് തന്നെ ഓയിലിന്റെ മുകളിലാണ്. നമുക്കറിയാം ഇറാന് പലതരത്തിലുള്ള ഓയിൽ എംബാർഗോ ഉള്ള സമയത്ത് പോലും ചൈനയ്ക്ക് ഓയിൽ വിറ്റിട്ടാണ് ഇറാന്റെ എക്കണോമി പിടിച്ചു നിന്നത്. ഇപ്പോഴുള്ളൊരു പ്രശ്നം 34 കപ്പലുകളൊക്കെ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് ഇപ്പോഴും ഹോർമൂസ് കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടെ, ഹോർമൂസ് അല്ല അമേരിക്കൻ ബ്ലോക്കേഡിനെ മറികടന്ന് പോകുന്നുണ്ടെങ്കിൽ കൂടെ ഇതൊരു ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. അമേരിക്കയുടെ ഈ പറയുന്ന രീതിയിലുള്ള ഉപരോധം
ഇറാനെതിരെ തുടർന്നു കഴിഞ്ഞാൽ ഇറാന് എണ്ണ വിൽക്കാൻ പറ്റത്തില്ല. ഇറാന്റെ എണ്ണക്കിണറുകളിൽ നിന്നുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഇറാന് നിർത്തേണ്ടി വരും. അതോടുകൂടെ എണ്ണക്കിണറും നശിക്കും, അതേപോലെ തന്നെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും തകർന്നടിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ട് തന്നെയാണ് അബ്ബാസ് അറാഖ്ചി പോലെയുള്ള ആൾക്കാർ പാകിസ്ഥാനിലോട്ട് പോയതും ചർച്ചകൾക്ക് വേണ്ടി പാകിസ്ഥാനിലോട്ട് പോകുന്നതും അതേപോലെ തന്നെ റഷ്യയിലോട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതും. അപ്പോൾ ഇവർ കാണുന്നൊരു ടാക്ടിക്സ് എന്ന് പറയുന്നത് ഇറാന്റെ കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിനെ റഷ്യക്ക് കൈമാറുകയും അതിലൂടെ ഉപരോധത്തിനെ അവസാനിപ്പിക്കാനുമുള്ള ശ്രമം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് റഷ്യയെ ഒരു പ്രധാനപ്പെട്ട അലയായി ഇറാൻ കാണുന്നത് എന്ന് ചോദിച്ചാൽ, കാസ്പിയൻ കടലിടുക്ക് വഴിയുള്ള ഇറാന്റെയും റഷ്യയുടെയും ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഫ്രീ ഫ്ലോയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാന് ഈ പറയുന്ന യുറേനിയത്തിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു ലോകരാഷ്ട്രങ്ങളും അറിയാത്ത രീതിയിൽ കാസ്പിയൻ കടലിടുക്ക് വഴി ഇവർക്കിതിനെ ഇറാനിലോട്ട് എത്തിക്കാനും പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഈ ഭീഷണിനെ മുൻകൂട്ടി കാണുന്ന അമേരിക്ക ഇതിനെ തടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നുള്ളതും കൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം ഹോർമൂസിന്റെ കൺട്രോൾ വെച്ച് അവിടെ ഒരു സൂപ്പർ പവറായി ഇറാൻ നിലനിന്നുവെങ്കിലും അമേരിക്കയുടെ ഉപരോധം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഈ പറയുന്ന ഇറാന്റെ നട്ടെല്ല് ഒടിക്കുന്ന രീതിയിലുള്ള ഉപരോധത്തിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ പന്ത്, ഹോർമൂസിന്റെ കേസിൽ ഇറാന്റെ കയ്യിലുണ്ടായിരുന്ന പന്ത് ഇപ്പൊ അമേരിക്കൻ കോർട്ടിലാണെന്നുള്ളതാണ്. ഇതിൽ എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം ഇറാൻ എടുക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കാണേണ്ടത്. ആ തീരുമാനത്തിനനുസരിച്ചിരിക്കും ഇറാന്റെ നെഗോസിയേഷൻ പവറും അതേപോലെ തന്നെ ഇറാൻ ഇനി മുന്നോട്ട് പോവാനുള്ള പവറും എന്ന് പറയുന്നത്. ചിലപ്പം IRGCന്റെ കാര്യത്തിൽ ഇപ്പൊ ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഈ കാർഗ് ദ്വീപിലെ ഓയിൽ ഷട്ട് ഡൗൺ ചെയ്താലും കുഴപ്പമില്ല, അമേരിക്കക്ക് മുന്നിൽ ഒരു തരത്തിലും അടിയറവ് വെക്കില്ല എന്നുള്ളതാണ്. കാരണം ഇറാൻ അകത്തുള്ള ജനത, അല്ലെങ്കിൽ ഇറാൻ ജനതയുടെ മുഴുവൻ സപ്പോർട്ടും ഇപ്പോ യഥാർത്ഥത്തിലുള്ളത് ഈ പറയുന്ന ക്ലറിക്കൽ റെജീമിന് അനുകൂലമായിട്ടാണ്. ഇപ്പൊ ഇതിന് മുന്നേ ക്ലറിക്കൽ റെജീമിന് അഗെയിൻസ്റ്റ് ആയിട്ട് പലതരത്തിലുള്ള വികാരം ഉണ്ടായിരുന്നുവെങ്കിലും അമേരിക്കയുടെ ഇറാന് മേലുള്ള അറ്റാക്കോട് കൂടെ അത് ചേഞ്ച് ആയി എന്നുള്ളതും കൂടെ കാണണം. അപ്പൊ ഇതിനെ മുതലെടുത്ത് സാമ്പത്തികമായി തടർന്നാലും ഈ എണ്ണ ഉൽപാദനത്തെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും അമേരിക്കക്ക് മുന്നിൽ അടയുറവ് വെക്കില്ല എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് IRGC പോകുമോ ഇല്ലയോ എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ലോകം നോക്കി കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് മുജ്തബ ഖമേനെയി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്തയും കൂടെ വരുന്നത്. ഇത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇറാനെ തളർത്തുകയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു 5 തലമുറകളോളം ഇറാനെ ഭരിക്കാനുള്ള ആ ഒരു ലീഡർഷിപ്പ് ആരാണെന്നുള്ളത് ഏകദേശം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ അകത്തു നിന്നുള്ള വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ തല പോയാലും കുഴപ്പമില്ല, ബോഡി നിന്ന് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ശക്തമാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇറാന്റെ സാമ്പത്തിക മേഖല എന്ന് പറയുന്നതും ഇറാന്റെ ഓയിൽ വ്യാപാരം എന്ന് പറയുന്നതും കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കണം.